പവിത്രത്തിലെ ഒരു അടിപൊളി സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രം ജയിലിൽ കിടക്കുമ്പോഴും ഓരോരുത്തർ വിക്രത്തെ കാണാൻ വരുമ്പോഴും വിക്രം അന്വേഷിക്കുന്നുണ്ട് വേദ എവിടാണെന്ന്. അപ്പം എല്ലാവരും പറയുന്നുണ്ട് വിക്രത്തെ സമാധാനിപ്പിക്കാൻ വേദ വരും, നിന്നെ കാണാൻ വരും, ഈ കോലത്തിൽ കിടക്കുന്നത് കാണാൻ അവൾക്ക് വയ്യാത്തതുകൊണ്ടാണ് വരാത്തതെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ വിക്രം അറിയുന്നില്ല വേദ എങ്ങോട്ടൊന്നില്ലാതെ പോയെന്നും വേദയെ കാണുവാനില്ലെന്നുള്ള കാര്യം ആരും വിക്രത്തോടെ അറിയിക്കുന്നില്ല. ഈ സമയത്ത് വേദയാണെങ്കിൽ ആരും അറിയാതെ താമസിക്കാൻ വേണ്ടി ഒരു സുരക്ഷിത താവളത്തിലെത്തിയിട്ടുണ്ട്. വേദയ്ക്ക് വേണ്ട എല്ലാ സൗകര്യവും അവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും വേദയ്ക്ക് പുതിയൊരു ജീവിതം തുടങ്ങിയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു വന്ന് വേദ പ്രസവിച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. വിക്രമാണെങ്കിൽ ഇതിനൊക്കെ ശേഷം ഓരോരുത്തരും ചെല്ലുമ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ജയിലിൽ കിടക്കുമ്പോഴും വേദയെ മാത്രം ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 6 വർഷത്തിന് ശേഷം വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസമായി. അങ്ങനെ വിക്രമാണെങ്കിൽ ഒരു പ്രതീക്ഷയോടെ ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. വേദയെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വിക്രം ഇറങ്ങുന്നത്. അങ്ങനെ വേദയെ കാണാം എന്നുള്ളൊരു സന്തോഷത്തോടെ വിക്രം പുറത്തിറങ്ങുന്ന വിക്രത്തെ കാത്തിരിക്കുന്നത് വിശ്വവും അതേപോലെ ശ്രീജയുമാണ്. ആദ്യം വേദയെ ആ സ്ഥലത്ത് കാണാത്തതുകൊണ്ട് വിക്രത്തിന് വിഷമമൊക്കെ വരുന്നുണ്ട്. എന്നാലും വിക്രം പെട്ടെന്ന് ഓടിപ്പോയി വിശ്വത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പം വിശ്വം പറയുന്നുണ്ട്, വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ടട, എല്ലാം ശരിയാവും എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജയെടുത്തും സംസാരിക്കുന്നുണ്ട്. ശ്രീജേട്ടത്തി എന്നും പറഞ്ഞ് ശ്രീജേട്ടത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം ചോദിക്കുകയാണ്, വേദയെ കണ്ടില്ലല്ലോ, ഞാൻ ഇന്ന് അവൾ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു, അവൾ എന്തിയെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രീജയൻ കരയാണ്. എന്താ ശ്രീജേട്ടത്തി, കാര്യം പറ, ശ്രീജേട്ടത്തി എന്താ കരയുന്നത്, എന്താ അവൾ എന്തിയെ, അവളെ കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ 6 വർഷവും ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ എല്ലാവരും വരുമ്പോൾ അന്വേഷിക്കും, പക്ഷേ അവളെ മാത്രം കണ്ടിട്ടില്ല. ജയിലിൽ കിടക്കുന്ന എന്നെ കാണാൻ വയ്യാത്തതുകൊണ്ടാണ് അവൾ എന്നെ കാണാൻ വരാത്തതെന്ന് എപ്പോഴും ഓരോരുത്തർ പറഞ്ഞത്. പക്ഷേ ഇന്ന് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ എൻ്റെ മുന്നിൽ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇറങ്ങി വന്നത്. അവൾ എന്തിയെ ശ്രീജേട്ടത്തി എന്ന് പറയാണ്. അപ്പോൾ ശ്രീജ പെട്ടെന്ന് പൊട്ടിക്കരയാണ്. പറ ശ്രീജേട്ടത്തി, എന്ത് സംഭവിച്ചു, വിശ്വട്ട പറ എന്നും പറയുന്നുണ്ട്. പെട്ടെന്ന് വിക്രത്തിൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ശ്രീകാന്തിന് വേദയെ വല്ലതും ചെയ്തു എന്നാണ് പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തുന്നത്. എന്താ വിശ്വട്ട പറ എന്ന് പറയാണ്. അപ്പോൾ ശ്രീജ പറയാണ്, വിക്രം, ഞാൻ ഈ പറയുന്ന കേട്ട് നീ വിഷമിക്കല്ലേ, പറ ശ്രീജേട്ടത്തി എന്താണെന്ന് വെച്ചാൽ പറയാണ്. അപ്പോൾ ശ്രീജ പറയാണ്, വേദ എവിടാണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ വിക്രം ഞെട്ടുവാണ്. വിക്രം ചോദിക്കുകയാണ്, എന്താ ശ്രീജേട്ടത്തി പറയുന്നത്, വേദ എവിടാണെന്ന് ആർക്കും അറിയത്തില്ലെന്നോ, അവളെവിടെ പോവാനാ, അവൾ നിങ്ങൾക്കറിയത്തില്ലേ, നിങ്ങളുടെ കൂടെ ഉള്ള ആൾ എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ലേ എന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പം ശ്രീജ പറയാണ്, അറിയത്തില്ല വിക്രം, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല അവൾ എവിടാണെന്ന്. അപ്പം വിശ്വട്ടൻ്റെ അടുത്ത് നേരെ ചോദിക്കണം വിക്രം, എന്താ ശ്രീജേട്ടത്തി പറയുന്ന വിശ്വട്ട എന്ന് ചോദിക്കണം. അപ്പം വിശ്വം പറയാണ്, ശ്രീജ പറഞ്ഞാൽ ശരിയാണ്, ഈ 6 വർഷമുണ്ട് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല വേദ എവിടാണെന്ന്. അന്ന് ആ മലഞ്ചുവട്ടിൽ നിന്ന് നീ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ അന്ന് തന്നെ വേദയെ കാണാതായതാണ്. പിന്നെ ഇന്ന് വരെ ആരും വേദയെ കണ്ടിട്ടില്ല, അവളിപ്പോൾ എവിടാണെന്ന് ആർക്കും അറിയത്തില്ലെന്ന് പറയാണ്. അപ്പോഴത്തെ വിക്രം ആകെപ്പാടെ ഞെട്ടുവാണ്. അപ്പം വിശ്വം പറയാണ്, ഞങ്ങൾ ഓരോരുത്തരും നിന്നെ കാണാൻ വരുമ്പോൾ ഈ സങ്കട വാർത്ത നിന്നോട് പറയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നിന്നോട് അത് സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അന്ന് ആ സംഭവം ഉണ്ടാകുമ്പോൾ വേദ തലകറങ്ങി വീണ ഓർമ്മയുണ്ടോ, അതിനുശേഷം വേദയെ ഹോസ്പിറ്റലിലാക്കിയായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് വേദ മിസ്സായതാണ്. പിന്നെ ഇന്ന് വരെ വേദ എവിടാണെന്നോ വേദ എങ്ങോട്ട് പോയെന്നോ വേദയ്ക്ക് എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയത്തില്ലെന്ന് വിശ്വം പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രം പൊട്ടിക്കരയാണ്. സങ്കടത്തോടെ ഭയങ്കരമായിട്ട് അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പം വിശ്വം വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. നീ വിഷമിക്കണ്ട, ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു, അച്ഛൻ ഇനി പോയി അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു. അവസാനം നിങ്ങൾ താമസിച്ച ആ മലഞ്ചൂട്ടിൽ വരെ പോയി അന്വേഷിച്ചു. പക്ഷേ ആർക്കും അറിയത്തില്ല വേദ എങ്ങോട്ട് പോയെന്ന്. എല്ലാവർക്കും അറിയാവുന്ന വേദ ഹോസ്പിറ്റലിൽ വേദ വന്നെന്ന് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല എന്നുള്ള കാര്യം വിശ്വം വിക്രത്തെ അറിയിക്കുകയാണ്. അപ്പം വിക്രത്തിന് ആകപ്പാടെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ടെൻഷനിലാണ്. എന്നിട്ട് എന്നോട് മാത്രം ആരും ഈ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് വിക്രം സങ്കടം പറയാണ്. അപ്പോൾ വിശ്വം പറയാണ്, നിന്നെ വന്ന് ഈ കാര്യം ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം, നീ വിഷമിക്കും, അല്ലാതെ എന്ത് സംഭവിക്കാൻ, ഞങ്ങൾ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ വിക്രം പെട്ടെന്ന് ദേഷിച്ച് പറയാണ്, ആ ശ്രീകാന്ത് അവൻ അറിയായിരിക്കും വേദ എവിടാന്ന്, അവൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ആ ചെകുത്താൻ്റെ മുഖം, അവന് സഹോദരി എന്നോ പെങ്ങളെന്നോ ഒരു ചിന്തയുമില്ല, അവൻ അറിയായിരിക്കും വേദ എവിടാണെന്ന്. അപ്പോഴത്തേക്ക് വിശ്വം പറയാണ്, വേദയുടെ അച്ഛനും കുറേ കാലം ഞങ്ങളുടെ കൂടെ എല്ലായിടത്തും കിടന്ന് അന്വേഷിച്ച്, പിന്നെ എല്ലാവരും മടുത്ത്, എല്ലാവരും ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അന്വേഷണം മതിയാക്കി. ഇപ്പം
ആരും അന്വേഷിക്കുന്നില്ല. വേദയുടെ അച്ഛൻ പോലും ഇപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് വിശ്വം പറയുകയാണ്. അപ്പോഴത്തേക്ക് വിക്രം പറയാണ്, ഞാൻ കണ്ടുപിടിക്കും, എൻ്റെ വേദ എവിടെ ആണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും എന്നുള്ളൊരു വാശിയിലാണ് വിക്രം പറയാണ്. ഞാൻ എന്തായാലും ആ ശ്രീകാന്തിനെ ഒന്ന് കാണട്ടെ എന്ന് പറയാണ്. അപ്പം വിശ്വം പറയാണ്, നീ എന്തായാലും വീട്ടിൽ വന്ന് അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട് പോ, എന്നിട്ട് നീ പോകാൻ പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഇല്ല, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അവിടെ ജോസഫും എത്തിയിട്ടുണ്ടായിരുന്നു. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് അറിഞ്ഞാണ് ജോസഫ് എത്തിയിരുന്നത്. അങ്ങനെ ജോസഫിൻ്റെ നിന്ന് ബൈക്കും വാങ്ങിച്ച് വിക്രം നേരെ പോവുകയാണ് വേദയുടെ വീട്ടിലേക്ക് ശ്രീകാന്തിനെ കാണാൻ. അങ്ങനെ അവിടെ നേരെ ചെല്ലുകയാണ്. നേരെ ചെന്ന് ബെല്ലടിക്കുമ്പോഴത്തേക്ക് വന്ന് തുറക്കുന്നത് ശ്രീകാന്ത് തന്നെയാണ്. ശ്രീകാന്താണെങ്കിൽ വിക്രത്തെ കാണുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താടാ നീ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. നീ ജയിലിൽ കിടന്നല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. അപ്പം വിക്രം പറയാണ്, ഞാൻ എന്നും അങ്ങ് ജയിലിൽ കിടക്കുമെന്ന് വിചാരിച്ചോ? ഞാനിവിടെ നിന്നെ കാണാൻ വരത്തില്ലെന്ന് നീ വിചാരിച്ചോ? അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയാണ്, നീ ഇവിടെ വന്ന് എന്നെ കണ്ടാലെന്താ, എനിക്കെന്താ നിന്നെ കാണുമ്പോൾ പേടിയാവുമോ? നീ ഇപ്പോൾ ഒരു ജയിൽ പുള്ളിയല്ലേ, ഒരു കൊലപാതകി, നീ എന്തിനും ഞങ്ങളുടെ വീട്ടിൽ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഞാനിപ്പം നിങ്ങളുടെ വീട്ടിൽ വേറെ ഒരു ആവശ്യത്തിനും വന്നതല്ല. എൻ്റെ ഭാര്യ വേദ എവിടാന്ന് ചോദിക്കുകയാണ്. അപ്പം ശ്രീകാന്ത് ഭയങ്കരമായിട്ട് ഉറക്കെ ചിരിക്കുകയാണ്. നിൻ്റെ ഭാര്യ എവിടാന്ന് നീ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടോ? നിൻ്റെ കൂടെ കഴിഞ്ഞപ്പോഴല്ലേ അവളെ കാണാതായത്. അപ്പം നിനക്കല്ലേ അറിയത്തുള്ളൂ. ചിലപ്പോൾ നിന്നെ സഹിക്കാൻ വയ്യാതെ അവൾ ആത്മഹത്യ ചെയ്ത് കാണുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രമാണെങ്കിൽ പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട്. അപ്പം ശ്രീകാന്താണെങ്കിൽ വിക്രത്തെ തള്ളി മാറ്റുന്നുണ്ട്. നീ എന്തിനാ എൻ്റെ കോളറിൽ പിടിക്കുന്നത്? അല്ല, നീ വേദയെ വല്ലതും ചെയ്തിട്ടുണ്ടോ? നിൻ്റെ ചെകുത്താൻ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നേ. നിനക്ക് സഹോദരിയെന്നോ പെങ്ങളെന്നോ ഒരു ചിന്തയില്ലാത്തവനാ. നീ വേദയെ വല്ലതും ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൾ എവിടെയോ ഒളിച്ചിരിക്കുക, അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്ത് കാണും. എന്നെ പേടിച്ചെങ്ങാണ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും എന്ന് പറയുകയാണ്. നിന്നെ പേടിച്ചെന്തിനാടാ? ഇരിക്കേണ്ട കാര്യം എന്താ? വേദയ്ക്ക് എന്ത് സംഭവിച്ചു നിനക്കറിയാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ശങ്കരനും അതേപോലെ മുത്തശ്ശിയും ഇറങ്ങി വരുന്നുണ്ട്. വേദയുടെ അമ്മ മരിച്ചു പോകുന്നുണ്ട്. വേദയുടെ അമ്മ ഈ സങ്കടമൊക്കെ താങ്ങാൻ വയ്യാതെ വേദയുടെ അമ്മ മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ശങ്കരൻ അങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ശങ്കരനെ കാണുമ്പോൾ വിക്രമാണെങ്കിൽ ഒന്ന് അടങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം ശങ്കരൻ ചോദിക്കുകയാണ്, വിക്രം ഇന്നാണോ ഇറങ്ങിയതെന്ന് ചോദിക്കുകയാണ്. അതെ, ഇന്നാ ഇറങ്ങിയേ. വേദ എവിടെയാണ് സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരൻ ഒന്നും മിണ്ടുന്നില്ല. അച്ഛാ പറഞ്ഞു കൊടു, വേദ എവിടെയാണെന്ന് അച്ഛൻ അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കാം പറയുകയാണ് ശ്രീകാന്ത്. അച്ഛൻ അറിയത്തില്ല, അച്ഛനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല അവൾ എവിടെയാണെന്ന്. അവൾ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും അറിയത്തില്ല. അപ്പം വിക്രം ശങ്കരൻ്റെ അടുത്ത് പറയാണ്, ഇവൻ അറിയായിരിക്കും സാറേ, ഇവൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവനായിരിക്കും അതിന് പിന്നിൽ. മാത്രവുമല്ല ഇവൻ്റെ ആവശ്യം വേദയുടെ പേരിലുള്ള സ്വത്ത് മാത്രമാണ്. അതുകൊണ്ട് വേദ എന്ത് വേണമെങ്കിലും ഇവൻ ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് ശങ്കരൻ്റെ മുമ്പിൽ വെച്ച് പറയാണ്, അത് നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് സ്വത്ത് മാത്രമാണ് ലക്ഷ്യം. പക്ഷേ അതിനുശേഷം ഇന്ന് വരെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അവളെൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവളെ കൊന്നിരിക്കും. പക്ഷേ അവളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവളുടെ കയ്യിരിക്കുന്ന ആ സ്വത്തിന് നല്ല മൂല്യമുള്ളതാണ്. അതുകൊണ്ട് ഞാനത് എങ്ങനെയായാലും സ്വന്തമാക്കാം. പക്ഷേ അവളെവിടാണെന്ന് എനിക്കറിയത്തില്ല എന്ന് ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ ശങ്കരൻ വിക്രത്തിനടുത്ത് പറയാണ്, വിക്രം വേദ എവിടാണെന്ന് അറിയത്തില്ല. അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാവരും കണ്ടതാണ്. പിന്നെ ഇന്ന് വരെ വേദ ആരും കണ്ടിട്ടില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വിക്രം ആകപ്പാടെ ഞെട്ടിത്തിരിക്കുകയാണ്. അവളെ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവുമില്ല, അവൾ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ചിലപ്പം ജീവിച്ചിരിപ്പുണ്ടോയെന്ന് ആർക്കറിയാം. അപ്പോഴത്തേക്ക് വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട്. വിക്രം പറയുകയാണ്, സാറേ ഇനി എന്ത് ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ ശങ്കരൻ പറയാണ്, ഞങ്ങളെ കൊണ്ട് പരമാവധി അന്വേഷിക്കേണ്ട സ്ഥലത്തെല്ലാം അന്വേഷിച്ചു, അവൾ എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുകയാണ്. എന്തായാലും വിക്രം ഇപ്പം ചെല്ലും, നമുക്ക് അന്വേഷിക്കാം എന്നും പറഞ്ഞിട്ട് വിക്രത്തെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് ശങ്കരൻ. ഈ സമയത്ത് 6 വർഷത്തിന് ശേഷം വേദയ്ക്കയുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. വേദയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും അതേപോലെ കൂടുതൽ പഠിച്ച് വേദ ഒരു കളക്ടറായി മാറിയൊക്കെയാണ് ചെയ്യുന്നത്.